2026 വേൾഡ് കപ്പ് അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. 2 കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, സ്പെയിന് കപ്പടിച്ച്, പക്ഷെ ആ വഴിയിൽ എത്ര പേരെ സ്പെയിൻ ഫേസ് ചെയ്ത്. ഫ്രാൻസിനെ, അതിഭീകരമാരായ ഫ്രാൻസിനെ ഫേസ് ചെയ്ത്, പോർച്ചുഗലിനെ ഫേസ് ചെയ്ത്, ഫൈനലിൽ അർജന്റീനയെ ഫേസ് ചെയ്ത് അവരെയും തട്ടി കപ്പടിച്ച്. പക്ഷേ തുടക്കത്തിൽ ഒരു രാജ്യത്തിന്റെ മുന്നിൽ സ്പെയിന് മുട്ടുകുത്തിയിട്ടുണ്ട്. ഏത് രാജ്യം എന്നറിയാമോ? വേൾഡ് റാങ്കിൽ 40 സംതിങ് ആയിരിക്കാം, പക്ഷെ അവരുടെ കളി ക്യാപ്പ് വെറുതെ 0-0 സ്പെയിനിനെ വരെ മുട്ടുകുത്തിച്ച രാജ്യമാണ്. അവർ ഈ വേൾഡ് കപ്പിൽ ഒരു ബെസ്റ്റ് ക്യാമിയോ റോൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റണ ഒരു രാജ്യമായിപ്പോയി. അതെനിക്ക് ഈ വേൾഡ് കപ്പ് തീരുന്ന അന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ കാര്യം, നിങ്ങൾ അർജന്റീന നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ, അത് കാരണം തന്നെ ഇന്നലെ തോറ്റ ഫ്രസ്ട്രേഷനിൽ സ്പെയിനിലെ പ്ലെയറിനെ എടുത്ത് അടിക്കണ്. അത്രയും ഗുണ്ടകളെ പോലെയാണ് അവന്മാർ പെരുമാറണത്. പക്ഷെ ആ ആർഗ്യുമെന്റിന് നമ്മൾ മെസ്സിയെ പെടുത്തിട്ട്, അത്രയും വലിയ ലെജൻഡ് ഈ സീസണിൽ ഗോൾഡൻ ബൂട്ടിന് 2 ഗോളിന്റെ വ്യത്യാസം, പിന്നെ ഈ അർജന്റീന ഫൈനലിൽ തന്നെ എത്താൻ കാരണം ഒരു മെസ്സി. ആ മനുഷ്യനും കാണിക്കണ ഒരു ഇതുണ്ടല്ലോ, ആ റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. ഇതല്ലാത്തവർ ഈ ഫ്രസ്ട്രേഷനിൽ മെസ്സിയെ പറയണത് തന്നെ എനിക്ക് പറയാൻ പറ്റൂ. ആ ആർഗ്യുമെന്റിന് മെസ്സിയെ ഒഴിവാക്കാൻ നോക്കുക. അപ്പം ഇന്നലത്തെ കളി സ്പെയിനിലെ ഗോൾ കീപ്പർ ചുമ്മയാണ് നിന്നത്. അതിനെ പറ്റിയൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. എനിക്ക് ഇത്രേ ഉള്ളൂ പറയാം. ബൈ.